Hello students, let's discuss origin of cosmic rays and cosmic ray showers. The first topic is origin of cosmic rays. The origin of cosmic rays is explained by three theories. Explosion theory is the first one. So explosion theory il പറയുന്നത് 3 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സ് എക്സ്പ്ലോർഡ് ആയി അങ്ങനെ ഗാലക്സീസ് എല്ലാം ഫോം ചെയ്തു. ഗാലക്സീസ് എല്ലാം ദേ ആർ റണ്ണിങ് എവേ ഫ്രം ഈച്ച് അതർ ആൻഡ് ആ എക്സ്പ്ലോഷൻ്റെ സമയത്ത് ഫോം ചെയ്ത റേഡിയേഷനാണ് കോസ്മിക് റേസ് എന്ന് പറയപ്പെടുന്നത്. സോ കോസ്മിക് റേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ഡസ്റ്റ് which is produced during the explosion. സോ ഈ എക്സ്പ്ലോഷൻ്റെ സമയത്ത് ഹെവിയർ ന്യൂക്ലിയസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യും. സോ ദിസ് വ്യൂ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി പ്രസൻസ് ഓഫ് ഹെവി ന്യൂക്ലിയർ ഇൻ പ്രൈമറി റേസ്. സോ എക്സ്പ്ലോഷൻ തിയറി അനുസരിച്ചിട്ട് പ്രൈമറി റേസിലുള്ള ഹെവി ന്യൂക്ലിയറിൻ്റെ പ്രസൻസ് പറയാൻ സാധിച്ചില്ല. So this is explosion theory. Next is origin from sun. One of the views is that the sun may be the source of at least some of the cosmic rays. So sun cosmic rays inde ഒരു സോഴ്സ് ആവാം എന്നുള്ള വ്യൂ ആണ് origin from sun. According to it, at the times of solar activity, violent eruptions occur and ionized gas shoot out from the sun. Thus, some of the protons in the sun acquire high energies and thrown out. So, origin of cosmic rays from sun എന്ന് വെച്ചാൽ നമുക്കറിയാം സണ്ണിൽ അയണൈസ്ഡ് ഗ്യാസും അതുപോലെ തന്നെ ഫ്രീ ഇലക്ട്രോൺസും ആണുള്ളത്. ഒരു പ്ലാസ്മ സ്റ്റേറ്റാണ് സണ്ണിൻ്റെ. സോ ഈ പ്രോട്ടോൺസിന് ഈ ഹൈ ടെമ്പറേച്ചറിൽ ഈ ഹൈ എനർജീസ് കിട്ടുമ്പോൾ ദേ ഹാവ് ഹൈ കൈനറ്റിക് എനർജി ആൻഡ് ക്യാൻ ബി ത്രോൺ ഔട്ട് ഫ്രം ദി സൺ. സോ അങ്ങനെ നമ്മൾക്ക് പറയാം സണ്ണും കോസ്മിക് റേസിൻ്റെ ഒരു ഒറിജിനാണ്. നെക്സ്റ്റ് ഈസ് ഒറിജിൻ ഫ്രം കോസ്മിക് റേ സ്റ്റാർസ്. Another view is that cosmic rays come from the so-called cosmic ray stars, which are more active than the sun. Our galaxy has about 10⁻11 stars, including double stars, variable stars, novae, and supernovae. All these may be the possible origins of cosmic rays. So, cosmic rays explosion theory അനുസരിച്ച് യൂണിവേഴ്സ് ആദ്യം എക്സ്പ്ലോഡ് ചെയ്തപ്പോൾ ഫോം ചെയ്തതാവാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സണ്ണിൽ നിന്നുള്ള ഹൈ എനർജി പ്രോട്ടോൺസ് ആണ് കോസ്മിക് റേസ് എന്ന് പറയുന്നു. അടുത്ത വ്യൂ ആണ് കോസ്മിക് റേസ് ഒറിജിൻ ചെയ്തത് കോസ്മിക് റേ സ്റ്റാർസിൽ നിന്നാവാം എന്ന് പറയുന്നത്. സോ കോസ്മിക് റേ സ്റ്റാർസിൽ നിന്നാവാം എന്നുള്ളത് വിച്ച് ഇസ് മോർ ആക്റ്റീവ് ദാൻ ദി കോസ്മിക് റേ ഒറിജിൻ ഫ്രം സൺ. സോ മിൽക്കി വേ ഗാലക്സിയിൽ 10⁻11 സ്റ്റാർസ് ആണുള്ളത്. സോ കോസ്മിക് റേസ് ഈ സ്റ്റാർസിൽ നിന്നെല്ലാമാണ് ഒറിജിൻ ചെയ്യുന്നത് എന്നാണ് ഒറിജിൻ ഫ്രം കോസ്മിക് റേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി കറന്റ് വ്യൂ ഓഫ് ദി ഒറിജിൻ ഓഫ് കോസ്മിക് റേസ് ഈസ് ദാറ്റ് ദി സൺ എമിറ്റ് ലോ എനർജി കോസ്മിക് റേസ് വൈൽ ഹൈ എനർജി കോസ്മിക് റേസ് ആർ എമിറ്റഡ് ബൈ കോസ്മിക് റേ സ്റ്റാർസ് വിത്ത് ഇൻ അവർ ഗാലക്സി. ഇപ്പോഴത്തെ ഒരു വ്യൂ അനുസരിച്ച് ലോ എനർജി കോസ്മിക് റേസ് സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ ഹൈ എനർജി കോസ്മിക് റേസ് ആർ എമിറ്റിംഗ് ഫ്രം ദി ഡിഫറെൻറ്റ് സ്റ്റാർസ് ഇൻ അവർ ഗാലക്സി. ഹൈ എനർജി കോസ്മിക് റേസ് കോസ്മിക് റേ സ്റ്റാർസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ വ്യൂ അനുസരിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ. So next is cosmic ray showers. The process begins
with the collision of primary protons with nuclei in the upper atmosphere. The first collision produces several secondary particles like pions or kaons, neutrons or protons. The protons in collision with atmospheric nuclei create pions. So നമ്മൾ കണ്ടു കോസ്മിക് റേയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റുവൻ്റ് ആണ് പ്രോട്ടോൺസ്. അതായത് കോസ്മിക് റേസിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ള പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ആണ്. സോ ഈ സ്പേസിൽ നിന്ന് വരുന്ന ഹൈ എനർജി കോസ്മിക് റേസിലെ പ്രോട്ടോൺസ് അറ്റ്മോസ്ഫിയർ ന്യൂക്ലിയൈ ആയിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സെക്കൻഡറി പാർട്ടിക്കിൾസ് ഫോം ചെയ്യും, ലൈക്ക് pions or kaons. So, primary protons, when colliding with atmospheric nuclei, produces secondary particles like kaons, pions, neutrons or protons. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോട്ടോൺ കൊളൈഡ് ചെയ്തിട്ട് പയോൺസ് ഉണ്ടാവാം. പയോൺസ് മീൻസ് π0, π+, ഇതെല്ലാം പയോൺസ് ആണ്. ദെൻ ന്യൂട്രോൺസ് ആൻഡ് അഗെയിൻ പ്രോട്ടോൺസ് ഫോം ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പയോൺസ് മറ്റ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യാൻ സാധിക്കും. പയോൺസ് ഹാവ് ഹൈ എനർജി greater than 10⁻15 electron volt interact with the atmosphere before they decay to produce more particles. This is called hadronic cascade or hadronic shower. The term cascade means that the incident particle, which could be a proton, a photon, etc., strikes a molecule in the air so as to produce secondaries, which in turn create more and so on. The charged pion is an unstable particle and decays into muons. അതായത് പയോൺസ് ഫോം ചെയ്തത് ഡീക്കേ ചെയ്ത് മ്യൂഓൺസ് ആയി മാറും. ദാറ്റ് ഈസ് π+ ആണ് ഡീക്കേ ചെയ്യുന്നതെങ്കിൽ μ+ഉം മ്യൂഓൺ ന്യൂട്രിനെയും ഫോം ചെയ്യും. π- ആണ് ഡീക്കേ ചെയ്യുന്നതെങ്കിൽ μ- ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് മ്യൂഓൺ ന്യൂട്രിനോ ഫോം ചെയ്യുന്നു. ഇനി π0 ആണെങ്കിലോ? π0 ആണെങ്കിൽ പ്രൊഡ്യൂസിങ് എ പെയർ ഓഫ് ഫോട്ടോൺസ്. സോ about 33% of pions produced in collisions are neutral. They are very short-lived and decay into a pair of photons before a next interaction with nuclei in the atmosphere. അതായത് π0 ആണ് ന്യൂട്രൽ പയോൺ. സോ π0 ആണ് 33% പയോൺസിൽ അടങ്ങിയിരിക്കുന്നത്. സോ π0 ഡീക്കേ ചെയ്ത് എ പെയർ ഓഫ് ഫോട്ടോൺസ് ഇസ് ഫോംഡ്. സോ ന്യൂട്രൽ പയോൺ π0 ഡീക്കേ ചെയ്ത് എ പെയർ ഓഫ് ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്തു. അതായത് 2 ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിലെ ഫോട്ടോൺസ് എയറിലുള്ള ന്യൂക്ലിയ ആയിട്ട് റിയാക്ട് ചെയ്ത് ഇലക്ട്രോണും പോസിട്രോണുമായിട്ട് മാറും. ഓക്കെ, ഇനി π+ ഡീക്കേ ചെയ്തിട്ടാണ് μ+ഉം π- ഡീക്കേ ചെയ്ത് μ- ഫോം ചെയ്തിരുന്നു. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടതാണ്. അതിലെ μ+ ഡീക്കേ ചെയ്ത് പോസിട്രോണും ഇലക്ട്രോ ന്യൂട്രിനോയും മ്യൂഓൺ ആൻറ്റി ന്യൂട്രിനോയും ഫോം ചെയ്യും. μ- ഡീക്കേ ചെയ്ത് ഇലക്ട്രോണും ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോയും മ്യൂഓൺ ന്യൂട്രിനോയും ഫോം ചെയ്തു. ഇതിലെ ഇലക്ട്രോൺ ഗാലക്റ്റിക് മാഗ്നറ്റിക് ഫീൽഡിൽ സ്പൈറൽ പാത്തിൽ ട്രാവൽ ചെയ്യും. സോ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് സെക്കൻഡറി കോസ്മിക് റേസ്. സോ സെക്കൻഡറി കോസ്മിക് റേസിൽ ദർ ആർ എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ പാർട്ടിക്കിൾസ് ഡീക്കേ ചെയ്ത് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ റിയാക്ഷൻ തോറും പാർട്ടിക്കിളിൻ്റെ എനർജി
റെഡ്യൂസ് ചെയ്യുന്നു. വിത്ത് വിച്ച് ഈച്ച് ഇൻട്രാക്ഷൻ ദി പാർട്ടിക്കിൾ ലോസ് എനർജി. അങ്ങനെ എനർജി കുറഞ്ഞ് ഇവഞ്ച്വലി ദേ ആർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ന്യൂ പാർട്ടിക്കിൾസ്. എനർജി കുറഞ്ഞ് അവസാനം പുതിയ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ലാതാവും. ദിസ് മീൻസ് ദാറ്റ് ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡറി കോസ്മിക് റേസ് പാർട്ടിക്കിൾസ് റീച്ച് ദി എർത്ത് സർഫസ്. അതായത് സെക്കൻഡറി കോസ്മിക് റേസിലെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് എർത്തിൽ എത്തുന്നത്. An extensive air shower may consist of billions of secondaries that arrive at ground level over areas of many square kilometers. So secondary particlesile billions of secondary particles ആണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വന്നെത്തുന്നത്. So this is called cosmic ray shower. സോ കോസ്മിക് റേ ഷവേഴ്സ് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈമറി കോസ്മിക് റേയിലെ മോസ്റ്റ്ലി ഉള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ അപ്പർ അറ്റ്മോസ്ഫിയറിലെ ന്യൂക്ലിയ ആയിട്ട് റിയാക്ട് ചെയ്ത് പയോൺസും എഗെയിൻ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഫോം ചെയ്യും. പയോൺസ് എന്ന് പറയുന്നത് പൈ പ്ലസ് പൈ സീറോയും പൈ മൈനസും ആണ്. അതിലെ പൈ സീറോ ഡീക്കേ ചെയ്ത് പെയർ ഓഫ് ഫോട്ടോൺസ് ഫോം ചെയ്യും. ആൻഡ് ഫോട്ടോൺസ് റിയാക്ട് വിത്ത് എയർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ടു ഫോം ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ. ഇനി ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇലക്ട്രോൺ വീണ്ടും ഫോട്ടോൺ ജനറേറ്റ് ചെയ്യും. ഈ ഫോട്ടോൺ വീണ്ടും ഇലക്ട്രോണും പോസിട്രോണും ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി സോ പയോൺസ് നമ്മൾ കണ്ടു, പൈ സീറോ നമ്മൾ കണ്ടു. ഇനി അടുത്തത് പൈ പ്ലസ്. സോ പൈ പ്ലസ് ഡീക്കേ ചെയ്ത് മ്യൂൺ ന്യൂട്രിനോയും മ്യൂ പ്ലസും ഫോം ചെയ്യും. ഇനി മ്യൂ പ്ലസ് എഗെയിൻ ഡീക്കേ ചെയ്ത് പോസിട്രോണും മ്യൂൺ ന്യൂട്രിനോയും ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രിനോയും ഫോം ചെയ്യും. സോ ദിസ് ഈസ് എ കാസ്കേഡിംഗ് റിയാക്ഷൻ. അതായത് ഒരുപാട് പാർട്ടിക്കിൾസ് ഈ ഒരു റിയാക്ഷൻ വഴി വീണ്ടും ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ ദി സെക്കൻഡറി കോസ്മിക് റേ പാർട്ടിക്കിൾസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് കോസ്മിക് റേ ഷവർ. സോ എല്ലാവർക്കും കോസ്മിക് റേ ഷവർ എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.